വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞങ്ങൾ ഒന്ന് പുറത്തോട്ട് ഇറങ്ങണേണ്ട. അപ്പം ഇന്നലെ ഞാൻ ഒരു വീഡിയോ ഇട്ടതിൽ പറഞ്ഞിരുന്നു അനിയത്തി ഹനിയനൊക്കെ വന്നിട്ടുണ്ടെന്ന്. അപ്പം അവരായിട്ട് ഒന്ന് പേൾഖത്തർ വരെ ഒന്ന് പോവാന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പം പേൾഖത്തർ മാത്രമല്ല, അങ്ങനെ 2-3 സ്ഥലത്തോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പം റെഡിയായി കഴിഞ്ഞ് പിള്ളേരൊക്കെ റെഡിയായി പുറത്തോട്ട് പോയിട്ടുണ്ട്. ഫയറു ഒരു ഹായ് പറഞ്ഞേ. അപ്പൊ ഞങ്ങൾ ഫയറുവിന്റെ ഒരു 3-4 ഫ്രണ്ട്സ് ഉണ്ട് ഇവിടെ. അപ്പൊ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാല് അവരെ ഒന്ന് കാണണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പൊ അവര് അങ്ങനെ വരുമോ ഇല്ലേന്ന് നോക്കണം. ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ അവരെ കിട്ടോ ഇല്ലേന്നൊക്കെ നോക്കിയിട്ട് വേണം ഇതാക്കണമെങ്കിൽ. അപ്പൊ ഞങ്ങൾ ഇറങ്ങണേണ്. അപ്പൊ ഞങ്ങള് പോയിക്കൊണ്ടിരിക്കുന്ന വിശേഷങ്ങളൊക്കെ പതിയെ ഇതിൽ ആഡ് ചെയ്യാം. ഓക്കെ. ഹലോ, ഞങ്ങളപ്പം ഇറങ്ങിയിട്ടാ, പുറത്തോട്ട് ഇറങ്ങി. വണ്ടി ആദ്യം ഞങ്ങൾ വന്നത് ഖത്തറിലോട്ടാണ്. 2 ദിവസമുള്ളൂ. വണ്ടി നോക്കണേ. അതാ ഇവിടെ കയ്യിൽ പിടിക്ക്. അതാ മോളെ. ഹലോ, അതെ ഫോട്ടോ എടുക്കലും ഒക്കെ കഴിഞ്ഞിട്ട് പൊക്കൊണ്ടിരിക്കുകയാണ്. ഫയറൂൻ്റെ വീഡിയോ എടുത്തെടുക്കുന്ന ഷമീർ.
എന്താണ് ഇവിടെ കുറച്ച് തിരക്കുണ്ട് കേട്ടോ. ഒരു ഇടുങ്ങിയ വഴി, ഒരു കടറ, ഒരു ചെറിയൊരു ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ കൂടി പോയിക്കൊണ്ടിരിക്കണം. ശരിക്കും നല്ലൊരു നൈസ് വൈബാണ് കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടു ഇവിടെ വന്നിട്ട്. അത് നല്ലൊരു സമയത്ത് ഇങ്ങനെ ഇരുട്ട് ആവണേന് മുമ്പും എന്നാൽ അധികം ചൂടും വെയിലൊന്നും ഇല്ലാത്ത സമയത്ത് ഞങ്ങൾ കറക്റ്റ് എത്തി ഇവിടെ. റൂമിൽ നിന്ന് ഒരു 4:30 ആയപ്പോഴാണ് തോന്നലേക്കൊക്കെ ഇറങ്ങിയത്. 4:30 ആയപ്പോഴാണ് ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങിയത്. നല്ല ടൈമായി. ഓ എന്തോന്നെ ഓ ഇവിടെ ഭംഗിയുണ്ടെങ്കിലും നടന്ന് കുറേ ഇപ്പം അവശതയായിട്ടാ, പറ്റുന്നില്ല. കേറി നടന്നു. ഇപ്പൊ വീണാനേ. എന്തിനാ ഏത് മോനിങ്ങനെ പിടിച്ചിട്ട് ഒന്നിങ്ങനെ ഇല്ല പോവാതെ നല്ലോണം നടന്ന് ഇടങ്ങിയതായി. കാണാൻ കൊള്ളാട്ടോ, നടന്നാലും കാണാൻ എടുത്താത്തൊരു വീഡിയോ എടുത്തത് ഞങ്ങളുടെ എൻ്റെ അതിനുവേണ്ടി കാക്കാട് ഇവരുണ്ട് ഗൈസ്. ഞങ്ങളെല്ലാവരും കൂടിയാണ്. നമ്മൾക്ക് തിരിഞ്ഞു നടക്കാൻ പറ്റുമോ? തിരിഞ്ഞു നടക്കാൻ പറ്റും. നമുക്ക് പോവാന്നാല് ഞങ്ങള് തിരിച്ച് വണ്ടി എടുത്തോട്ട് പോവാൻ പോണേട്ടാ. കൊറേ നടന്ന് മതിയായി. നടന്ന് വണ്ടി വരെ ഞങ്ങള് വേറെ അവിടെ പേൾക്കത്തറിൽ തന്നെ ഉള്ള വേറൊരു സ്ഥലത്താണ് വന്നേക്കണത്. ഇവിടെ നല്ല രസമാണ്. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന സ്ഥലമാണത്. ചവിട്ടാൻ എനിക്ക് ചവിട്ടാൻ പേടിയായിരുന്നു, പക്ഷെ നല്ല രസം. ഇതെന്താണല്ലേ നല്ല ഭംഗി കാണാൻ. ഐസ വന്നില്ല കേട്ടോ. ഐസക്ക് അവിടെ സെറ്റായി. ഇവിടെ അടിപൊളിയാണ് കേട്ടോ. നല്ല പിള്ളേരൊക്കെ വെറുതെ ഐസ നോക്കി
ഐസ ഒരു രക്ഷയില്ല. എങ്ങനെയെങ്കിലും അതിൻ്റെ ഉള്ളിൽ നിന്ന് അത് എടുക്കാൻ പറ്റുമോ എന്നുള്ള മൈൻഡിലാണ് ഐസ. എന്താണ് മുന്നേ? എന്താ ഐസ? എന്താണ്? കുതിരനെ കണ്ട? കുതിര അല്ലേ? പിള്ളേർക്ക് ആകർഷിക്കാൻ പറ്റിയ ഓരോ സാധനങ്ങൾ ഇങ്ങനെ അടിപൊളി വൈബ്. നല്ല കാറ്റ്. ഇവിടെ അടിപൊളിട്ടാ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ ഓരോ ഗ്ലാസ് കാണുമ്പോഴും ഐസ് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാൻ പറ്റുമോ എന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണേണ്. കുതിരയോട്ടം, ഒട്ടകോട്ടം, അതിന്റെ ഇതാണ് കാണിച്ചത്. ഒരു നമുക്ക് കണ്ടിട്ട് തൊട്ടു നോക്കാൻ തോന്നണല്ലേ? ഇത് എല്ലായിടത്തും ഉണ്ട് ഇങ്ങനെ. നമ്മളിങ്ങനെ നടക്കുന്ന സ്ഥലത്തേക്ക് ഇങ്ങനെ ഓരോ സാധനങ്ങൾ. എനിക്ക് പറഞ്ഞാൽ അവരുടെ ഓരോ ഇവിടുത്തെ ഓരോ ഹിസ്റ്ററികൾ അവർ ചെറിയ രീതിയിൽ മേക്ക് ചെയ്ത് ഗ്ലാസ് ഒക്കെ ഇട്ട് വെച്ചേക്കാണെന്ന് തോന്നുന്നു. സംഭവം കൊള്ളാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഭാഗം. എനിക്ക് തോന്നുന്നത് ഞാൻ ആദ്യമായിട്ടാണ് വന്നേന്ന് തോന്നുന്നത്. ഇതിനു മുമ്പ് ഞാനിവിടെ വന്നിട്ടില്ല, ഇതിൽ കയറിയിട്ടില്ല. ഞാൻ പിന്നെ മുകളിലും ഒരു പ്രത്യേക വൈബുണ്ട്. അവിടെ തന്നെയുള്ള വേറെ ഭാഗം ഉണ്ടാ. നമ്മൾ അവിടെ കണ്ടത് ഗോൾഡിൻ വെച്ചിട്ട് ചെയ്തേക്കുന്നതാണെങ്കിൽ ഇവിടെ അതൊരു ഇതൊരു ബ്ലൂ വെച്ചിട്ട് എനിക്ക് തോന്നുന്നു അവർ കടലിൻ്റെ അടിയാണ് അവർ യൂസ് ചെയ്തേക്കണമെന്ന് തോന്നുന്നത്. ആ ഉദ്ദേശിച്ചേക്കണമെന്ന് തോന്നുന്നു. അടിപൊളി സാധനങ്ങൾ. എനിക്ക് ഇത് കടൽ ഓക്കെ ഐസാടെ പണി. ഓക്കെ ഐസ എല്ലാരും കിടന്നിട്ട് എല്ലാരും കിടന്ന് നോക്കണേ. എല്ലാതും എന്തെങ്കിലും കിട്ടിയാലോ എന്നുള്ള മൈൻഡില് ഒരക്ഷയില്ല ഐസ. ഐസ് എല്ലാത്തിലും കൂടെ നോക്കണേണ്. ശരിക്കും ഇവിടെ അടുത്തത് കാണുമ്പോ അതിൻ്റെ ഉള്ളിൽ നമ്മളിങ്ങനെ ചെന്ന് നോക്കി പോണേണ്. അതിൻ്റെ ഉള്ളിൽ എന്തെന്നാണ് ചെയ്തു വെച്ചേക്കണത്, അവര് എന്ത് വർക്കാണ് ചെയ്തേക്കണെന്നുള്ളത്. ഇത് കടലിന്റെ ഉള്ളിലുള്ള ഭാഗമാണ് അവർ ചെയ്തു വെച്ചേക്കണത്. ഇപ്പൊ ഇങ്ങനെ കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് തോന്നുന്നത് അവിടെ ഫുള്ള് ഗോൾഡ് കളറായിട്ടുള്ളതാണ് കണ്ടത്. ഇത് കടല് അല്ല, കളറാണ് ഞാൻ ഉദ്ദേശിച്ചത്. കളറ് ഗോൾഡിന്റെ കളർ വെച്ചിട്ട് ഇവിടെ കടലിന്റെ അടിയിലെ ഭാഗം ഇതാക്കിയേക്കാണ്. അങ്ങനെ അവിടെ എനിക്ക് ഇഷ്ടമാതിരി അങ്ങോട്ട് പോകുന്നവർ കുറേ ഉണ്ട് ഇങ്ങനെ ചെയ്ത് വെച്ചേക്കണം. അകത്ത് വെള്ളമാണ് കേട്ടോ വന്നോണ്ടിരിക്കണത്. ഇവിടെ അപ്പ അതനുസരിച്ച് തുടക്കാനും ആളുകൾ നിൽക്കണം. എവിടെ അവര്? അതേന ഇവിടെ ക്ലീൻ ചെയ്തോണ്ടിരിക്കണേന്ന് കേട്ടോ. അതേ ഇവിടെ
വേറൊരു സാധനം. ഞങ്ങള് അവിടെ നിന്ന് പോന്നിട്ടാ, പേൾക്കത്രയിന്ന് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇപ്പൊ കയറിയ സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ. അവിടെ വന്നിട്ട് 1 year ആവണുള്ളൂ. അപ്പൊ ഞാൻ ഇപ്പൊ ഫസ്റ്റ് ടൈമാണ് അവിടെ ചെന്നേക്കണം. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഞങ്ങൾ അങ്ങോട്ട് പോയില്ല. എന്താന്ന് പറയാം, അടിപൊളിയായിരുന്നു. അപ്പൊ ഞങ്ങളിപ്പോ അതേ പിള്ളേർക്ക് വിശക്കണമെന്ന് പറയാനുണ്ട്. അപ്പൊ അവർക്ക് എന്തെങ്കിലും വാങ്ങി കൊടുക്കാന്നുള്ള രീതിയിൽ, ചായ കുടിക്കാന്നുള്ള രീതിയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് അനിയത്തിയുടെ ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഇവിടെ, പുള്ളിനെ കാണാൻ പോണം. അത് ദോഹയിലെന്തോ ആണ് ആള്. അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇനി അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ലുസൈലിൽ വന്നിട്ടാ, അങ്ങനെ പേൽക്കത്തറിന്ന് ലുസൈലിൽ വന്ന് ഇവിടെ ഇതെന്തോ വർക്ക് നടക്കുന്നത്. ഹലോ, ഞങ്ങളെങ്ങനെ ചായയൊക്കെ പറഞ്ഞ് വെയിറ്റ് ചെയ്ത് ഇവിടെ ഇങ്ങനെ ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ്. അവർ കൊണ്ടുവന്നിട്ടില്ല. അപ്പം ഞാൻ എൻ്റെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യണതാണ്. ഇനി അടുത്ത വീഡിയോ, അടുത്ത വിശേഷങ്ങളുമായിട്ട് പിന്നെ കാണാം. ഓക്കെ, ബൈ.